എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ സായിരാം. അപരോക്ഷാനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മൾ 30-ാമത്തെ ശ്ലോകമാണ് നോക്കിയത്. അവിടെ പറഞ്ഞു, ശ്രുതിയെയും യുക്തിയെയും പ്രയോജനപ്പെടുത്തി ഇനി നമുക്ക് കാര്യങ്ങളെ ഒന്നുകൂടെ വിശദമായി നോക്കണം എന്ന് പറഞ്ഞു. ശ്രുതിയിലും ഉള്ള വിശ്വാസം ആണ് നമ്മളെ ആത്മ എന്ത് എന്നറിയാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. എന്നാൽ യുക്തിയെയും കൂടെ ഒന്ന് നോക്കാം. യുക്തിയും കൂടെ എടുത്തുകൊണ്ട് ഒന്ന് നമുക്ക് നോക്കാം എന്ന് ആചാര്യസ്വാമി പറയുകയാണ്. അപ്പൊ അങ്ങനെ ഇനി വരുന്ന 31 മുതൽ 40-ാമത്തെ ശ്ലോകം വരെ യുക്തിയെയും ശ്രുതിയെയും ആധാരമാക്കിക്കൊണ്ട് ആത്മതത്വത്തെ പറഞ്ഞു തരാൻ പോവുകയാണ്. അതായത് ശരീരമല്ല എന്ന് മനസ്സിലാക്കി തരുന്നതിനാണ് കൂടുതൽ ആചാര്യസ്വാമി പ്രാധാന്യം കൊടുക്കുന്നത്. അതാണല്ലോ ഏറ്റവും വലിയ നമ്മുടെ അജ്ഞാനം. നമ്മൾ ഈ ശരീരമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്നുള്ള വിടുതലയാണ് ഏറ്റവും ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത്. അതത്ര എളുപ്പമല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ അപരോക്ഷ അനുഭൂതി എന്ന പുസ്തകം തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ശരീരബോധത്തെ ഞാൻ ശരീരമാണ് എന്നുള്ള ആ എത്രയോ ജന്മജന്മാന്തരങ്ങളായി ഉറച്ച് നമ്മളിൽ ഇരിക്കുന്ന അതിനെ ഒന്ന് മാറ്റിയെടുക്കാനാണ് ആചാര്യസ്വാമികൾ ഇവിടെ ശ്രമിക്കുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. അഹം ശബ്ദേന വിഖ്യാതഃ ഏക ഏവ സ്ഥിതഃ പരഃ സ്ഥൂലസ്ത്വനേകതാം പ്രാപ്തഃ കഥം സ്യാത് ദേഹകഃ പുമാൻ. അഹം ശബ്ദേന വിഖ്യാതഃ ഏക ഏവ സ്ഥിതഃ പരഃ സ്ഥൂലസ്ത്വനേകതാം പ്രാപ്തഃ കഥം സ്യാത് ദേഹകഃ പുമാൻ. ആദ്യം 31-ാമത്തേത് 31-ാമത്തെ ശ്ലോകമാണ്. ഈ 31 മുതൽ 33 വരെ യുക്തിയിൽ കൂടി പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ യുക്തിക്ക് പ്രാധാന്യമില്ല എങ്കിലും സാധാരണ ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് യുക്തിയിൽ കൂടെ എന്ന് പറയുമ്പോൾ അവർക്കൊരു ശരിയാണെന്ന് തോന്നൂലോ. നമ്മൾ യുക്തിയെ ആശ്രയിക്കേണ്ടവരല്ല. നമ്മളെല്ലാവരും ആശ്രയിക്കേണ്ടത് ശ്രുതിയെ മാത്രമാണ്. യുക്തി കൊണ്ടൊരിക്കലും ഇത് പൂർണ്ണമാക്കി തരാൻ പറ്റില്ല. അതേസമയം വേദം കൊണ്ട്, ശ്രുതി കൊണ്ട് മാത്രമേ ഞാൻ ആരെന്ന് മനസ്സിലാക്കി തരുവാൻ സാധിക്കുകയുള്ളൂ. എന്നാലും യുക്തിയെ ഒന്ന് പറയുകയാണ് ഇവിടെ ആചാര്യസ്വാമികൾ. എന്താ വെച്ചാൽ സാധാരണ എല്ലാവരും യുക്തിക്ക് ഇത്തിരി പ്രാധാന്യം കൊടുക്കൂലോ. സാധാരണ നിലയ്ക്ക് ആൾക്കാർ യുക്തിയിൽ കൂടിയാണ് എല്ലാം ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും യുക്തിയിൽ കൂടി പറഞ്ഞാൽ അതാണ് ശരി, മറ്റേതിനൊരു യുക്തി ഇല്ലല്ലോ എന്ന് പറയും. യുക്തിയിൽ കൂടി എന്ന് പറയും. യുക്തിയിൽ കൂടി ഒരിക്കലും ആത്മതത്വത്തെ പറഞ്ഞു തരാൻ പറ്റില്ല, സാധിക്കില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്നാലും സാധാരണ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ കടക്കും പിന്നീട്. അപ്പൊ ആദ്യം അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടാണ് നമ്മളും ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാറ്റഗറി തന്നെയാണ് ഇപ്പോഴും നമ്മളും അതിൽ നിന്ന് മുക്തരായിട്ടൊന്നുമില്ല. അപ്പൊ നമുക്കും കൂടി വേണ്ടിയാണ് യുക്തിയിൽ കൂടി കുറച്ച് കാര്യങ്ങളൊന്ന് പറയുന്നത്. നോക്കാം നമുക്ക് എന്താണ്. 31 മുതൽ 33 വരെ ഉള്ള ശ്ലോകങ്ങളിൽ യുക്തിയെ പറയും. ഇപ്പൊ 31 നമ്മളുടെ ശ്ലോകം എടുത്തിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ശ്രുതികളെ കോട്ട് ചെയ്തുകൊണ്ടായിരിക്കും പിന്നെ പറയുന്നത്. അതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ വരിക. യുക്തിപ്രമാണം അതാണ് ഇപ്പൊ നോക്കുന്നത്. യുക്തിപ്രമാണം, ഞാൻ ദേഹമല്ല എന്ന് യുക്തിപ്രമാണം തന്നെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ലോജിക്കായിട്ട് പറയുന്നത്? എങ്ങനെയാണ് ലോജിക്ക്? അത് കുറച്ച് കാര്യം പറഞ്ഞു തരും. ബാക്കി ശ്രുതിയെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഇവിടെ യുക്തിക്ക്, ലോജിക്കിന് കുറച്ച് കാര്യം പറഞ്ഞു തരാൻ പറ്റും, ശരീരമല്ല എന്നുള്ളതിന്. ബാക്കിയൊക്കെ വ്യക്തമായിട്ട് കൂടുതൽ ഗഹനമായിട്ട് പറഞ്ഞു തരാൻ ശ്രുതിക്കേ സാധിക്കുകയുള്ളൂ. ഒരു യുക്തി പറയുന്നു, എന്താണ്? കൂട്ടം, ക്രൗഡ്, ഒരു 5-6 പേര് കൂടി നിൽക്കുമ്പോൾ അതിനൊരു കൂട്ടം ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയും, ഇല്ലേ? 4 പേര് കൂടി നിൽക്കുന്നു. ആ കൂട്ടത്തെ, ഒരു കൂട്ടം ആൾക്കാര്, ആ കൂട്ടത്തെ ഇങ്ങോട്ട് വരാൻ
പറയാം, കൂട്ടം ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരെല്ലാവരും വരും, ഇല്ലേ? ഒരു കൂട്ടം 4 പേര് നിൽക്കുന്നു ഒരു കൂട്ടമായിട്ട്. ഈ കൂട്ടം ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വരും. എന്നാൽ നിങ്ങൾ ആരും വരണ്ട, കൂട്ടം മാത്രം വന്നാ മതി എന്ന് പറഞ്ഞാലോ? ഇൻഡിവിജ്വൽസ് ഒന്നും വരണ്ട, കൂട്ടം, നിങ്ങൾ 4 പേര് 5 പേര് നിൽക്കുമ്പോൾ ഒരു കൂട്ടമാണല്ലോ, അതിലെ കൂട്ടം ഇങ്ങോട്ട് വരട്ടെ, നിങ്ങൾ ആരും വരണ്ട എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അങ്ങനെ വരാൻ പറ്റുമോ? പറ്റില്ല. കൂട്ടം എന്നുള്ളത് അവിടെ എല്ലാവരും കൂടെ നിൽക്കുന്നതിന് ഒരു സംഘാതമായിട്ട് പറഞ്ഞ കൂട്ടം, ആ കൂട്ടം ഇങ്ങോട്ട് വരണ്ടേ, നിങ്ങൾ ആരും വരണ്ട എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കില്ല, അങ്ങനെ വരാൻ പറ്റില്ല. ഇത് ആ കൂട്ടം എന്നുള്ള പ്രയോഗം ഒരു ഒബ്ജക്റ്റ് അല്ല. ആ വ്യക്തി അവിടെ ഉണ്ട്, പക്ഷെ കൂട്ടം എന്നതൊരു ഒബ്ജക്റ്റ് അല്ല. ആൾക്കാരാണ് അവിടെ ഒബ്ജക്റ്റ്, ഓരോ ഇൻഡിവിജ്വലുമാണ് ഒബ്ജക്റ്റ്. കൂട്ടം എന്നത് ഒരു ഒബ്ജക്റ്റ് അല്ല. ഈ ലോജിക്കിനെ, ഇങ്ങനെയുള്ള ഈ ലോജിക്കിനെ, ഈ യുക്തിയെ ഇവിടെ ഈ ആത്മതത്വത്തിലേക്ക്, ശരീരം ഞാനല്ല എന്നുള്ളതിലേക്ക് കൊണ്ടുവരികയാണ് ആചാര്യസ്വാമികൾ. നമുക്ക് വേണ്ടി എന്തുമാത്രം കാര്യങ്ങളാ പറയുന്നതെന്ന് ഓർത്തു നോക്കണം. ഇത് നമുക്ക് വേണ്ടിയിട്ടാ. നമ്മൾ അത്രയും ഒരു ഒന്നും അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ്, അജ്ഞാനത്തിൽ മുങ്ങിയിരിക്കുന്നതുകൊണ്ട് അതൊക്കെ പറയേണ്ടി വരുന്നത്. ശരീരം ഒരു കൂട്ടമാണ്. നമ്മുടെ ശരീരം ഒരു കൂട്ടം ആണ്. ആത്മസ്വരൂപം എന്ന് പറയുന്നുണ്ട്, ഒരു കൂട്ടമാണ് ആത്മസ്വരൂപം. ആത്മാസ്വരൂപം എന്ന് പറയുന്നു. അപ്പോ കയ്യ്, കാല്, തല, വയറ്, കഴുത്ത് എല്ലാം വേറെ വേറെയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയുമ്പോൾ കയ്യ്, കാല്, കഴുത്ത്, തല എല്ലാം വേറെ വേറെയാണ്, എല്ലാം വേറെ വേറെയാ. അപ്പൊ പിന്നെ ഞാൻ എവിടെയാ? അപ്പൊ ഈ അവയവങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ എവിടെയാണ്? അപ്പൊ പറയുന്നു സംഘാതഃ ന വസ്തു. കൂട്ടമായിട്ടുള്ളതൊരു വസ്തുവല്ല. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, 5-6 പേര് നിൽക്കുമ്പോൾ നിങ്ങൾ വരണ്ട, കൂട്ടം വരും എന്ന് പറഞ്ഞാൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ കയ്യ, കാല്, ഇവയുടെ ഒരു കൂട്ടമാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ സംഘാതഃ ന വസ്തു, ഒബ്ജക്റ്റ് അല്ല. ശരീരം സംഘാതമായതിനാൽ ഞാൻ എന്നതിൻ്റെ ഒബ്ജക്റ്റ് ആക്കാൻ പറ്റില്ല എന്ന് തീർത്തു പറയാം. 4-5 പേര് കൂടി നിൽക്കുമ്പോൾ ഒരു കൂട്ടം എന്നൊരു വാക്ക് അവിടെ പ്രയോഗിച്ചു. കൂട്ടത്തെ വരാൻ പറഞ്ഞാൽ വരാൻ പറ്റില്ല, ഓരോ വ്യക്തിക്കേ വരാൻ പറ്റുള്ളൂ. നിങ്ങൾ വരണ്ട, ആ കൂട്ടം വന്നാൽ മതി എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുപോലെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും ഒരു കൂട്ടമാണ് ഇവിടെ ഈ ദേഹം. എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൂട്ടമാണ്. അതിനെയാണ് നമ്മൾ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കൂട്ടമാണ്. കൂട്ടം യഥാർത്ഥമല്ലല്ലോ, ഇത്തിരി ഗഹനമാണ്, നന്നായിട്ട് ചിന്തിക്കണം. ഇതിനാണ് വിചാരം ചെയ്യൽ എന്ന് പറയുന്നത്. ഇവിടെ വിചാരം, ഒരുപാട് വിചാരം ചെയ്യാം. കണ്ണ്, കയ്യ്, കാല്, മൂക്ക്, തല, ഇങ്ങനെ എല്ലാം ഓരോ 5 കുറെ വ്യക്തികളെ പോലെ കണക്കാക്കുക. ഇതിന്റെ ഒരു സംഘാതമാണ് ഈ ശരീരം. അപ്പൊ സംഘാതമാണ് ഈ ശരീരം, ഒരു കൂട്ടമാണ് ഈ ശരീരം, അല്ലാതെ ഒരു ഒബ്ജക്റ്റ് അല്ല, ഒരു കൂട്ടമാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്കൊറ്റയ്ക്ക് പറയുമ്പോൾ അതിനെ പറയാം, കൂട്ടമാണ് ഈ ശരീരം. അപ്പോ എങ്ങനെയാണോ നേരത്തെ കൂട്ടം എന്നുള്ളതിനെ ഒബ്ജക്റ്റ് അല്ല എന്ന് പറഞ്ഞത്, അതുപോലെ ഇവിടത്തെ ഈ ദേഹം എന്നതിനെ സംഘാതമാണ്, കൂട്ടമാണ്, അതിനെ ഞാൻ എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് കാര്യം. അപ്പൊ പല വസ്തുക്കളുടെ കൂട്ടമാണിത്. ഇവിടുത്തെ യുക്തി സംഘാതഃ ന വസ്തു എന്നതാണ്. ഈ യുക്തി സംഘാതഃ ന വസ്തു, കൂട്ടം എന്നത് ഒരു വസ്തു അല്ല, അതൊരു കൺസെപ്റ്റ് മാത്രമാണ് കൂട്ടം. അതേപോലെ ദേഹം എന്നുള്ളത് ഒരു കൺസെപ്റ്റാണ്. ഈ ദേഹം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത്? ദേഹം എന്ന് പറഞ്ഞൊരു സംഭവമാണോ? അല്ല. ദേഹം എന്ന് പറയുന്നത് കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ഇതിനെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ദേഹം എന്ന് പറയുന്നത്. 5 പേർ കൂടി നിൽക്കുമ്പോൾ അതിനെ കൂട്ടം എന്ന് പറയുന്ന പോലെ ഈ അംഗങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൂട്ടമാണ് ഈ ദേഹം. അതുകൊണ്ട് ഈ ദേഹം ഒരു ഒബ്ജക്റ്റ് അല്ല എന്ന് ആചാര്യസ്വാമി പറയുന്നു.
പെട്ടെന്ന് മനസ്സിലാകത്തില്ല, പക്ഷെ ധാരാളം ചിന്തിച്ചാൽ നന്നായിട്ട് മനസ്സിലാവും. നന്നായിട്ട് ചിന്തിക്കണം, വിചാരം ചെയ്യൽ. ഇതാണ് വിചാരം ചെയ്യല്. അപ്പോ അഹം ശബ്ദേന വിഖ്യാത എന്നാണ് അടുത്തത് വരുന്നത്. ദേഹം ഒരു കൂട്ടമാണ്, ദേഹം ഞാൻ അല്ല. കാരണം കൂട്ടം ഒരു ഒബ്ജക്റ്റ് അല്ല. ഞാൻ ഏകം, ഒന്നായ ഞാൻ പല വസ്തുക്കളുടെ കൂട്ടം എങ്ങനെയാകുക? ഞാൻ ഏകനാണ്, അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്? ഏകം, ഞാൻ ഏകനാണ്, ഏകമാണ്. അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ കൂട്ടമാവുക? പല വസ്തുക്കളുടെ സംഘാതം എങ്ങനെയാകും ഞാൻ? ഒരിക്കലും ആകാൻ പറ്റില്ല. പല വസ്തുക്കളുടെ സംഘാതമല്ല ഞാൻ. അഹം ശബ്ദേന വിഖ്യാത, ഞാൻ എന്ന ശബ്ദത്താലാണ് ഞാൻ അറിയപ്പെടുന്നത്. അഹം 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 എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഞാൻ ഏകനാണ്, സംഘാതമല്ല, കൂട്ടമല്ല. അപ്പോ ശരീരം എന്നുള്ളത് കൂട്ടമായതുകൊണ്ട്, ദേഹം എന്നുള്ളത് കൂട്ടമായതുകൊണ്ട് അത് ഞാനല്ല. തെളിവായിട്ട് അറിയപ്പെടുന്ന തത്വമാണ് ഏകഹ. ഞാൻ ഏകഹ എന്നുള്ളത് തെളിവായിട്ട് അറിയപ്പെടുന്ന തത്വമാണ്. ഞാൻ പലതല്ല. 3 വയസ്സിലും ഞാൻ, 25 വയസ്സിലും ഞാൻ, 80 വയസ്സിലും ഞാൻ. ഈ ഞാൻ ഒന്ന് തന്നെ. മാറ്റമുണ്ടായത് ഈ ശരീരത്തിൽ മാത്രം. ഞാൻ അന്നും ഇന്നും ഒന്ന് തന്നെ. അപ്പൊ പറയും മനസ്സിൽ മാറ്റം ഉണ്ടായോ അല്ലെന്ന്. ശരിയാണല്ലോ, സൂക്ഷ്മ ശരീരമല്ലേ മനസ്സ്? സൂക്ഷ്മ ശരീരത്തിലാണല്ലോ മനസ്സ്, സൂക്ഷ്മ ശരീരമാണ് മനസ്സ്. അപ്പൊ അവിടെ മാറ്റമുണ്ടാവും. ഇതൊന്നുമല്ലല്ലോ ആത്മാ, പറഞ്ഞു തരുന്നുണ്ടല്ലോ. കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരമല്ല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നേരത്തെ. 10 വർഷം മുമ്പ് ഒരാളോട്, അപ്പൊ അതിനൊരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. 3 വയസ്സിലും 25 വയസ്സിലും 80 വയസ്സിലും ഞാൻ ഒന്ന് തന്നെ എന്ന് പറയുമ്പോ ചിലരേ അങ്ങനെയൊന്നല്ല എന്ന് പറയുമ്പോ അതിന് ഒരു സാധാരണ ലൗകികമായ ഒരു ഉദാഹരണം പറയാണ്. 10 വർഷം മുമ്പ് ഒരാളോട് കുറച്ച് രൂപ കടം മേടിച്ചു എന്ന് ചോദിക്കുക. 10 വർഷം മുമ്പ് ഒരാളോട് കുറച്ച് രൂപ കടം മേടിച്ചിരുന്നു. അയാൾ തിരിച്ചു ചോദിക്കുമ്പോ നമുക്ക് അയാളോട് പറയാൻ പറ്റുമോ അന്നത്തെ ഞാനല്ല ഈ ഞാൻ വേറെയാണ്, 10 വർഷം മുമ്പുള്ള ഞാനല്ല, അതുകൊണ്ട് ഞാൻ കടം മേടിച്ചിട്ടില്ല, തരാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ 10 വർഷം മുമ്പുള്ള ഞാൻ തന്നെയാണ് ഈ ഞാനും. ഇനി 5 കൊല്ലം കൂടെ കഴിഞ്ഞാലും ഈ ഞാൻ തന്നെയാണ് ആ ഞാനും. അതുകൊണ്ട് ഞാൻ അന്നും ഇന്നും എന്നും ഒന്ന് തന്നെ, എനിക്ക് മാറ്റമില്ല, ഏകഹ. അതുകൊണ്ട് ഈ സംഘാതം എന്നുള്ള രീതിയിലല്ല എടുക്കേണ്ടത് എന്നിവിടെ വ്യക്തമായിട്ട് സ്വാമി പറഞ്ഞു തരുന്നു. അന്നത്തെ ഞാൻ വേറെ, ഇപ്പോഴത്തെ ഞാൻ വേറെ, അതുകൊണ്ട് കടം മേടിച്ചത് തരാൻ പറ്റില്ല, കടം മേടിച്ചെന്ന് പോലും സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഏകൻ എന്നതിന് നമുക്ക് സംശയമൊന്നുമില്ല, ഏകൻ തന്നെയാണ്. ഏക ഏവ സ്ഥിതഃ, ഏക ഏവ സ്ഥിതഃ, അഹം ശബ്ദേന വിഖ്യാതഃ ആണല്ലോ. പിന്നെ രണ്ടാമത്തെ ഏക ഏവ സ്ഥിതഃ, ഒന്നായി തന്നെ ഞാൻ അന്നും ഇന്നും ഒരുവനായി തന്നെ ഇരിക്കുന്നു. എങ്ങനെയാണ്? പരഹ എന്നുള്ളതിനെ ഇവിടെ ദേഹത്തിൽ നിന്ന് വേറെയായി എന്നുള്ളതാണ് പരഹ എന്നുള്ളത്. വളരെ ഗഹനമായിട്ടുള്ള ഒരു ഭാഗമാണ് പരഹ. ദേഹത്തിൽ നിന്ന് വേറെയായി. ഏക ഏവ സ്ഥിത പരഹ, ഈ ശരീരത്തിൽ നിന്ന് വേറെയായി ഞാൻ എന്നും ഏകനായി ഇരിക്കുന്നു. 2 വയസ്സിലും 3 വയസ്സിലും 10 വയസ്സിലും 25 വയസ്സിലും 40 വയസ്സിലും 60 വയസ്സിലും 80 വയസ്സിലും ഞാൻ. മാറ്റങ്ങൾ ഉണ്ടായത് മുഴുവൻ ശരീരത്തിലും മനസ്സിലും സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും. അപ്പോ ആ ഏകനായിരിക്കുന്ന ഞാൻ ഏകൻ തന്നെയാണ്. പരഹ, ദേഹത്തിൽ നിന്ന് വേറെയായിരിക്കുന്നു. ദേഹം എങ്ങനെയുള്ളതാണ് ആണ് അടുത്തതിൽ പറയുന്നത്. സ്ഥൂലഃ സ്ത്വനേകതാം പ്രാപ്തഃ. സ്ഥൂലഃ ദേഹഃ, സ്ഥൂലഃ തു അനേകതാം പ്രാപ്തഃ. സ്ഥൂലഃ എന്ന് പറയാൻ സ്ഥൂല ശരീരം, ദേഹഃ സ്ഥൂലഃ തു സ്ഥൂല ശരീരമാണ്. എങ്ങനെ? അനേകതാം പ്രാപ്തഃ, പലതിന്റെയും ചേർച്ചയായിട്ടുള്ളതാണിത്. അനേകതാം പ്രാപ്തഃ, പലതിന്റെയും ചേർച്ച കൊണ്ടുണ്ടായിട്ടുള്ളതാണ് ഈ ശരീരം. പഞ്ചഭൂതം കൊണ്ടുണ്ടായതാണ്, അവയവങ്ങൾ ചേർന്നതാണ് എന്നൊക്കെ പറയാം. നമുക്കറിയാലോ അതൊക്കെ. പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ് ഈ ശരീരം, പല പല അവയവങ്ങൾ കൊണ്ടുണ്ടായതാണ് ഈ ശരീരം. ഇങ്ങനെ പലതുകൊണ്ടും ഉണ്ടായതാണ്. ഞാനോ, ഞാൻ ഏകനാണ്, അന്നും ഇന്നും എന്നും ഞാൻ ഏകനാണ്. ശരീരമോ പലതിന്റെ കൂട്ടമാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ ശരീരത്തെ
ദേഹകഹ, ദേഹകഹ, അതായത് കഥം സ്യാത് ദേഹകഹ പുമാൻ എന്നാണ് പറയുന്നത്. എങ്ങനെയാകും ഈ പുമാൻ, എങ്ങനെ ഈ ദേഹമാകണേ എന്ന് ചോദിക്കുകയാണ്. ഈ പുരുഷൻ, പുമാൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ, അതായത് ആത്മാസ്വരൂപം. ശരീരം എങ്ങനെ ആത്മാവാകും? ഒരിക്കലും ശരീരം ആത്മാവാകാൻ പറ്റില്ല. ദേഹകഹ, ദേഹം, ശരീരം. അപ്പൊ ഈ കഹ എന്നതിന് കുൽസിതം എന്ന്, അതായത് താഴ്മയായതെന്നൊരു പ്രയോഗം പറയും. കഹ, അതുകൊണ്ടാണ് ദേഹകഹ എന്ന് പറഞ്ഞത്. അതിനെ ഒരു താഴ്ത്തി പറയാം. ആത്മാവിനെ ഉയർത്തി പറയുമ്പോൾ ദേഹത്തിനെ താഴ്ത്തി പറയുന്നു. കുൽസിതമായിട്ട് പറയുന്നു, കീഴായത്, താഴെ എന്താ പറയാ, അത്രത്തോളം പ്രാധാന്യമില്ലാത്തത്, അതിന് വലിയ വെയിറ്റ് കൊടുക്കരുത് എന്ന് പറയുന്ന രീതിയിലാണ് ഈ കഹ ചേർക്കുന്നത്. അപ്പൊ ദേഹകഹ, ദേഹം അഥവാ ശരീരം. കഥം, എങ്ങനെ, പുമാൻ സ്യാത്, എങ്ങനെയാണ് ഈ പുരുഷനാവുക, എങ്ങനെയാണ് ഈ ആത്മാവാവുക. അതാണ് ഈ 31ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. സംഘാതമാണ് ശരീരം, പലതിൻ്റെയും കൂട്ടമാണ് എന്ന് മനസ്സിലാക്കൂ. അത് നമുക്കറിയാം, യുക്തിയിൽ കൊണ്ടറിയാം. യുക്തി കൊണ്ടറിയാവുന്നതാണല്ലോ ഇത്. ഇതിൽ മറ്റേ വേറെ തത്വങ്ങളൊന്നും വന്നില്ല, യുക്തി കൊണ്ടാണ്. അതിന്റെ ഇതിനകത്ത് ഉപനിഷത്തൊന്നും വന്നില്ല. യുക്തിയാണ് പറയുന്നത്. ഈ 10 പേര് നിൽക്കുമ്പോൾ അതിനെ കൂട്ടം എന്ന് പറയും. അതിനെ കൂട്ടത്തിന് കൊണ്ട് വരാൻ പറ്റില്ല, ഓരോ വ്യക്തിക്കേ വരാൻ പറ്റത്തുള്ളൂ. ആ കൂട്ടം എന്നുള്ളത് ഒരു പ്രയോഗം, അവിടെ ഒരു വാക്കിന്റെ പ്രയോഗം മാത്രമാണ്. എന്നതുപോലെ ഈ ശരീരം, ദേഹം എന്നുള്ളത് ഒരു പ്രയോഗം മാത്രമാണ്. ഓരോ അവയവങ്ങളാണ് ഇതിനെ കൂട്ടി ഒന്നിച്ചൊരു ദേഹം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ പലതിൻ്റെയും കൂട്ടമായ ഈ ശരീരം എങ്ങനെ ഒരു ഞാൻ 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 എന്ന് പറയുന്ന ഏകനായ ആത്മാവായിട്ട് വരാൻ പറ്റില്ല എന്നുള്ള യുക്തിയെ ഇവിടെ പറഞ്ഞു. അടുത്തത് ഒരു ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. അഹം ദൃഷ്ടതയാ സിദ്ധഃ, അഹം ദൃഷ്ടതയാ സിദ്ധഃ, ദേഹോ ദൃശ്യതയാ സ്ഥിതഃ. രണ്ട് വരികള്. അഹം ദൃഷ്ടതയാ സിദ്ധഃ, ദേഹോ ദൃശ്യതയാ സ്ഥിതഃ, മമായമിതി നിർദ്ദേശാത് കഥം സ്യാഹേ ദേഹ പുമാൻ. മമായമിതി നിർദ്ദേശാത് കഥം, നിർദ്ദേശാത് കഥം, നിർദ്ദേശാത് കഥം സ്യാദ്ദേഹകഃ പുമാൻ, സ്യാദ്ദേഹകഃ പുമാൻ. അഹം ദൃഷ്ടതയാ സിദ്ധഃ, ദേഹോ ദൃശ്യതയാ സ്ഥിതഃ, മമായമിതി നിർദ്ദേശാത് കഥം സ്യാദ്ദേഹ പുമാൻ. ഇവിടെ ആദ്യ വരിയില് ദൃക് ദൃശ്യ വിവേകത്തെയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ദൃക് ദൃശ്യ വിവേകം. ഒരു യുക്തി ഇവിടെ പറയുന്നുണ്ട്, ഒരു ലോജിക്ക്. ദൃശ്യത്തെ ഉപയോഗിച്ച് ഒരു ലോജിക്ക് പറയുകയാണ്. ദൃക് എന്ന് പറഞ്ഞാൽ അറിയുന്നവനാണ്. ദൃക്, കാണുന്നവൻ, അറിയുന്നവൻ. കണ്ടിട്ട് അറിയുന്നതിന് ദൃക്, ആ ആളിനെ ദൃക് എന്ന് പറയും. ദൃശ്യം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന വസ്തു. എന്തിനെയാണോ നമ്മൾ കാണുന്ന ആ വസ്തുവിനെ ദൃശ്യം എന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങളെ എടുത്ത് ഒന്ന് വിചാരം ചെയ്തുണ്ടാകുന്ന അറിവ് വിവേകമാണ്. ഈ രണ്ട് കാര്യങ്ങളെ എടുത്ത് ഒന്ന് ചിന്തിച്ചൊക്കെ പറയുന്ന അറിവിന് വിവേകം. ഇങ്ങനെ രണ്ടിനെയും എടുത്ത് എത്രയോ വിവേകങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. പലതും പറയാൻ അത്ര ദൃശ്യ വിവേകം ഉപയോഗിച്ചു. ഇവിടെ ഈ രണ്ടിനെയും എടുത്ത് വളരെ പ്രധാനമായ ഒരു വിവേകത്തിലേക്കാണ് ആചാര്യസ്വാമി നമ്മളെ കൊണ്ടുപോകുന്നത്. ഏതാണ് ദൃക് ആയിരിക്കുന്നത്, ആ ദൃക്കിന് ഏത് ദൃശ്യമായിരിക്കുന്നുവോ ആ ദൃക് തൻ്റെ ദൃശ്യത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. നമ്മൾ പഠിച്ചതാണ്, എന്നാൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഏതാണ് ദൃക് ആയിരിക്കുന്നുവോ, ഏതൊന്ന് ദൃക് ആയിരിക്കുന്നുവോ, അതായത് കാണുന്ന ആളും കാണപ്പെടുന്ന വസ്തുവും രണ്ടാണെന്നാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. ഏതാണ് ദൃക് ആയിരിക്കുന്നുവോ ആ ദൃക്കിന് ഏത് ദൃശ്യമായിരിക്കുന്നുവോ ആ ദൃക്ക് തൻ്റെ ദൃശ്യത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും ഒന്നല്ല. നമുക്കറിയാലോ, അറിയുന്നവൻ, നമ്മൾ അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അറിയപ്പെടുന്ന വസ്തു. ഇത് രണ്ടും ഒന്നാണോ? ഞാനും വസ്തുവും ഒന്നാണോ? അല്ല. ഉറപ്പല്ലേ? അതിനകത്ത് യാതൊരു സംശയത്തിനും വഴിയില്ല. മുമ്പിൽ കാണുന്ന, കണ്ണുകൊണ്ട് കാണുന്ന അല്ലെങ്കിൽ സ്പർശിച്ച് നോക്കുന്ന അതൊന്നും ഞാനല്ല. ഉറപ്പാണ് നമുക്ക്, ഞാനല്ല. മരം,
ടേബിള്, പുസ്തകം, പേന, വാച്ച്, മോതിരം, ആഭരണങ്ങള്, ഇതൊക്കെ നമുക്ക് ദൃശ്യമാണ്, കാണാം, നീ തൊട്ടും നോക്കാം. ഇതൊന്നും ഞാനല്ല, അത് നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം, ഞാനല്ലെന്നറിയാം. ദൃശ്യമായിട്ടുള്ളതൊന്നും ഞാനല്ല. ദൃശ്യം മാത്രം നോക്കിയാൽ മതി. ഇവിടെ ദൃശ്യമായിട്ടുള്ളതൊന്നും ഞാനല്ല. അവയെല്ലാം വേറെയാണ്, എല്ലാം വേറെയാണ്, എന്നിൽ നിന്ന് വേറെയാണ്, വേറിട്ടാണ് നിൽക്കുന്നത്. വേറിട്ട് നിൽക്കുന്നതിനാൽ ആണ് അത് ദൃശ്യമാകുന്നത്. എന്തുകൊണ്ടാണ് ദൃശ്യമാകുന്നത്? നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതിനാൽ അത് ദൃശ്യമാണ്, അത് കാണപ്പെടുന്നതാണ്. കാണുന്നത് തന്നെ വേറെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. നമ്മൾ തന്നെയാണെങ്കിൽ കാണാൻ പറ്റുമോ? ഇല്ല, വേറെ ആയതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് രണ്ടും ഒരിക്കലും ഒന്നാകില്ല. നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മൾ കാണുന്ന ഒരു വസ്തുവും നമ്മളും ഒന്നാകുമോ? ആകില്ല. കാണുന്ന ആളും കാണപ്പെടുന്ന വസ്തുവും ഒന്നാകുമോ? ഒരിക്കലും ഒന്നാകാൻ പറ്റില്ല. രണ്ടും രണ്ട് എന്ന അറിവ് ആണ് ഇവിടെ പ്രധാനം. ഈ ദൃഗ്ദൃശ്യ വിവേകത്തിൽ പ്രധാനം രണ്ടും രണ്ട് എന്ന അറിവ് ആണ്. കാണുന്ന ആളും കാണപ്പെടുന്ന വസ്തുവും രണ്ട് തന്നെ എന്നുള്ള പൂർണ്ണമായ അറിവാണ് അവിടെ ഉണ്ടാകേണ്ടത്. അപ്പോ ആ യുക്തിയെ ഇവിടെ കൊണ്ടുവരികയാണ് ആചാര്യസ്വാമി. നല്ല ഭംഗിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. എങ്ങനെയാണത്? ഞാൻ ഈ ശരീരമല്ല എന്നതിൻ്റെ ഒരു ലോജിക്കായിട്ട് എടുക്കുകയാണ്. കാരണം ഞാൻ ഈ ശരീരത്തെ കാണുന്നു. എന്ത് രസമായിട്ട് അവിടെ കൊണ്ടുവന്നത് ആ യുക്തിയെ. കാണപ്പെടുന്നത് കാണുന്നവനിൽ നിന്ന് വേറിട്ടാണ് നിൽക്കുന്നത്. ഒരിക്കലും ഇത് രണ്ടും ഒന്നാകില്ല. അതുപോലെ ഈ ശരീരത്തെ ഞാൻ കാണുന്നു, കാണുന്നത് കൊണ്ട് ഞാനും ശരീരവും ഒന്നല്ല. ലോജിക്കാണ് ഇത്. മറ്റേ വേദാന്തത്തിലേക്കൊന്നും പോകരുത്. ഇവിടെ ഒന്ന് രണ്ട് ലോജിക്ക് ചുമ്മാ സാധാരണ ഏറ്റവും താഴെക്കടയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ആത്മീയമായിട്ട് ഒന്നും മനസ്സിലാകാത്ത ആൾക്കാർക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളെ അതിനകത്ത് പെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയൊക്കെ കേട്ടിട്ടും അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളും കൂടെ ഇത് പഠിക്കണം എന്ന് പറയുന്നത്. ഇത് പഠിച്ചൊന്ന് ഉറയ്ക്കണം നമുക്ക്. അപ്പൊ ദൃഗ്ദൃശ്യ വിവേകം ഉറയ്ക്കാനാണ് ഇത് പറയുന്നത്. അപ്പോ ഞാൻ ഈ ശരീരത്തെ കാണുന്നു, എന്റെ കയ്യിനെ കാണുന്നുണ്ട്, കണ്ണിനെ, കണ്ണാടിയിൽ കണ്ണുവരെ നേരിട്ട് കാണാമല്ലോ, എല്ലാ ഭാഗവും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ പറയും പുറം കാണുന്നില്ല. പുറം കണ്ണാടി പോയ പുറം കാണാൻ, കാണുന്നതെല്ലാം ഒന്നും ഞാനല്ല. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ കാണാം. അപ്പോ ഞാൻ ഈ ശരീരത്തെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ ദൃക് ആണ്, ഞാൻ ദൃശ്യമല്ല. ദൃശ്യം എന്താണ്? ദൃശ്യം ഈ ശരീരമാണ്. അപ്പൊ ദൃക്കും ദൃശ്യവും ഒന്നാകാൻ പറ്റില്ല. കാണുന്ന ആളും കാണപ്പെടുന്ന വസ്തുവും ഒന്നാകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ശരീരമാകാൻ പറ്റില്ല. ഉറപ്പിച്ച് പറയാം. അതുകൊണ്ട് തന്നെ ആ യുക്തി കൊണ്ട് തന്നെ ഞാൻ ഈ ശരീരമല്ല, ഉറപ്പാണ്. അപ്പൊ അഹം ദൃഷ്ടുതയാ സിദ്ധ. സിദ്ധ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ്, നിർണയിക്കപ്പെട്ടതാണ്. എന്ത്? ദൃഷ്ടുതയ, ഞാൻ കാണുന്നവനാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞാനാണ് കാണുന്നവൻ. അതിന് സംശയമൊന്നുമില്ലല്ലോ. എന്റെ കണ്ണാണ് കാണുന്നതെന്നില്ല, കണ്ണിൽ കൂടി കാണുന്നതന്നെ പറയാൻ പറ്റില്ല. ഞാൻ തന്നെയാണ് കാണുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ദൃഷ്ടതയ, കാണുന്നവനായതിനാൽ ഐ ആം എസ്റ്റാബ്ലിഷ്ഡ് ആസ് സിയർ. ഞാൻ കാണപ്പെടുന്നവൻ എന്ന് ഞാൻ കാണുന്നു, അല്ലെ? ഞാൻ കാണുന്ന ആളാണ്. അപ്പോ അങ്ങനെയാണ് എന്നെ നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ദേഹം സഹിതം എല്ലാത്തിനെയും കാണും. ഞാൻ എൻ്റെ ദേഹം സഹിതം എല്ലാത്തിനെയും കാണുന്നു. കാണുന്നു എന്ന് പറയുമ്പോൾ അത് അനുഭവിക്കുന്നു എന്നുകൂടി വരുന്നുണ്ട്, അല്ലെ? കാണുക എന്ന് പറയുമ്പോൾ ഒരു അനുഭവം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ തന്മയെ അറിയുന്ന ഞാൻ, അങ്ങനെയും കൂടെ എടുക്കണം അതിന്. ഇന്ദ്രിയങ്ങളുടെ തന്മയെ അറിയാം. എങ്ങനെയാണ്? ചെവിയുടെ തന്മ കേൾക്കുക, കേൾക്കുന്നതിന് ഞാനാണ് കേൾക്കുന്നത്. മണം ഞാനാണ് മണം അറിയുന്നത്. രുചി ഞാനാണ് അറിയുന്നത്. സ്പർശം ഞാനാണ് അറിയുന്നത്. കാണുന്നതും ഞാൻ തന്നെയാണ്. അങ്ങനെ ഇന്ദ്രിയങ്ങളിൽ കൂടി വരുന്ന അറിവിനെയൊക്കെ ഈ ദൃശ്യം എന്നുള്ള വിഭാഗത്തിൽ പെടുത്താം. കേൾവി ശക്തി, അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത് വരും. ശരീരത്തിന്റെ അവയവങ്ങളുടെ ചലനശക്തിയെ അറിയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ശരീരത്തിന്റെ അവയവങ്ങളുടെ ചലനശക്തിയെ അറിയുന്നു ഞാൻ. അപ്പോൾ
ആ ഇന്ദ്രിയം ഞാനാകാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ അറിയുന്ന ആളല്ലേ. അറിയുന്ന ആളും അറിയപ്പെടുന്ന വസ്തുവും ഒന്നാകാൻ പറ്റില്ല. അപ്പോ ഈ സ്ഥൂല ശരീരം അറിയപ്പെടും വസ്തുവായി ഇരിക്കുന്നു. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക് എല്ലാം, ഈ ശരീരമെല്ലാം, കയ്യ്, കാല്, ഇതെല്ലാം കാണപ്പെടും വസ്തു, അതേസമയം അറിയപ്പെടും വസ്തുവായിട്ട് ഇരിക്കും. അതും കൂടെ ഇതിനകത്ത് ചേർക്കാനാണ് പറയുന്നത്, കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ട്. അറിയാൻ ഇല്ലേ, അറിയപ്പെടുമാണ്. അപ്പോ അറിയുന്ന ആള് വേറെയാണ്, ഇതെല്ലാം അറിയപ്പെടും വസ്തുവാണ്, കാണപ്പെടും വസ്തുവാണ്. കാരണം ശരീരം അറിയപ്പെടും വസ്തുവായി ഇരിക്കുന്നു. എത്ര ദൂരം കാണാൻ കഴിയും? ഒരു വിഷയമല്ലേ. എത്ര ദൂരം കാണാൻ പറ്റും? ഒരു പരിമിതിയുണ്ട്. അതിന് ലിമിറ്റേഷൻ ഉണ്ട്. എത്ര ശബ്ദം കേൾക്കാൻ പറ്റും? അതിനും ലിമിറ്റേഷൻ ഉണ്ട്. എത്രയോ ദൂരത്തിലുള്ള ശബ്ദം കേൾക്കാൻ പറ്റുമോ? ഒരു പരിധിക്കപ്പുറം കേൾക്കാൻ പറ്റില്ല. അപ്പൊ അവിടെയും ലിമിറ്റേഷൻ ഉണ്ട്. അവയവങ്ങളുടെ ക്വാളിറ്റിയെ നാം അറിയാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത് രസമായിട്ടാണ് ആചാര്യസ്വാമി പറയുന്നത്. ഓരോ അവയവത്തിന്റെയും ക്വാളിറ്റിയെ, എന്റെ കണ്ണിന് കാഴ്ച കുറവാണ്, കൂട്ടാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. കണ്ണാടി വെക്കുകയോ ഡോക്ടറെ അടുത്ത് പോവുകയോ ചെയ്യും. എന്റെ ചെവിക്ക് ഇത്തിരി ശബ്ദം കുറവാണ് കേൾക്കുന്നത്, കേൾവിക്കുള്ള യന്ത്രം വെക്കാൻ വേണ്ടി പോകാറുണ്ട്. ഇങ്ങനെ നമ്മൾ അതിനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ചിന്തിച്ചിട്ടില്ല. കാര്യം നടക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നല്ലാതെ ആത്മീയമായിട്ട് അതിനകത്ത് ആത്മാവുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ ഇതേവരെ ചിന്തിച്ചിട്ടില്ല. ഉറപ്പാണ്. അപ്പോ നമ്മള് ക്വാളിറ്റിയെ, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ക്വാളിറ്റിയെ അറിയാൻ ശ്രമിക്കുന്നത് ആരാണ്? ഞാൻ. അപ്പൊ ഞാൻ എങ്ങനെയാ ഇന്ദ്രിയമാകുന്നേ? ഞാൻ ഈ ഇന്ദ്രിയങ്ങളല്ല. ഈ ഇന്ദ്രിയങ്ങളെല്ലാം കൂടിയതല്ലേ ഈ ശരീരം. അപ്പൊ ഞാൻ ഈ ശരീരമല്ല. എത്ര ഭംഗിയായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇനി ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. ഈ അവരോക്ഷാനുഭൂതിക്കപ്പുറം ഒരു പുസ്തകം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വേറെയാണല്ലോ, ഞാൻ ശരീരമല്ലല്ലോ. ഉറയ്ക്കണം, ഇത് ഉള്ളിലെന്ത് ഉറയ്ക്കണം. ഇനി പറയുന്നു, ദേഹ ദൃശ്യതയാ സ്ഥിത. അടുത്ത വരി, ദേഹ ദൃശ്യതയാ സ്ഥിത എന്ന് പറയുന്നുണ്ട് അവിടെ, അല്ലെ? എന്താണ്? ദേഹം കാണപ്പെടുന്നതായി, അനുഭവിക്കപ്പെടും വസ്തുവായി, അറിയപ്പെടും വസ്തുവായി ഇരിക്കുന്നു. അറിയുന്നവൻ അറിയപ്പെടും വസ്തുവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഒരു സംശയമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേഹകഹ, നേരത്തെ കഹ പറഞ്ഞു, അതിന്റെ പ്രാധാന്യം കുറഞ്ഞത്, താഴ്ന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അതായത് അത്രയും വിലയില്ലാത്തത് എന്ന് പറയുന്നു. എന്താണ്? അങ്ങനെ ഇരിക്കുമ്പോൾ ദേഹകഹ, ഈ ദേഹം, കഥം സ്യാത്, കഥം പുമാൻ സ്യാത്, എങ്ങനെ ആത്മാവാകും, എങ്ങനെ പുരുഷനാവും, എങ്ങനെ ബ്രഹ്മമാകും? അതിന് എങ്ങനെയാണ് അത് യഥാർത്ഥ ഞാൻ ആവുക? യഥാർത്ഥ ഞാനാകാൻ അതിന് പറ്റില്ലല്ലോ. ദൃഗ്ദൃശ്യ വിവേകത്തെ കൂടി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നില്ലേ ആചാര്യസ്വാമി. കാണുന്നതും കാണപ്പെടുന്ന ആരാണോ കാണുന്നത്, കാണുന്ന വ്യക്തിയും കാണപ്പെടുന്ന വസ്തുവും ഒരിക്കലും ഒന്നാകാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഈ ശരീരം കാണപ്പെടുന്നതാണ്, ശരീരം അറിയപ്പെടുന്നതാണ്, ഇന്ദ്രിയങ്ങൾ അറിയപ്പെടുന്നതാണ്. അറിയപ്പെടുന്നതും അറിയുന്നവനും ഒന്നാകാൻ പറ്റില്ല എന്നും കൂടെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു യുക്തി ഇവിടെ പറയാം. വേറൊരു യുക്തി ഇവിടെ പറയുന്നുണ്ട്. എന്താണത്? മമായമിതി നിർദ്ദേശാത് കഥം. മമായമിതി നിർദ്ദേശാത്. മമ അയം, അതാണ് മമേ. മമ അയം ഇതി നിർദ്ദേശാത്. മമ അയം, രണ്ട് കാര്യങ്ങൾ. മമ അയം ഇതി നിർദ്ദേശാത്. രണ്ട് യുക്തി പറയുന്നുണ്ട്. അതായത് ഏതിനെ ഒക്കെയാണോ ഞാൻ എന്റേത് എന്ന് പറയുന്നത്, അതൊരിക്കലും ഞാനാകാൻ പറ്റില്ല. വളരെ എന്താ പറയാ, ഇതിന്റെ ഒരു സൗന്ദര്യത്തെ കുറിച്ചൊന്നും പറയാനില്ല. ഏതിനെയൊക്കെയാണ് എന്റേത് എന്ന് പറയുന്നേ, അതൊന്നും ഞാനല്ല. ശരിയല്ലേ? എന്റെ പേന, എന്റെ പുസ്തകം, എന്റെ വീട്, എന്റെ അച്ഛൻ, എന്റെ അമ്മ, അതൊന്നും ഞാനല്ലല്ലോ നമ്മൾ പറയുമ്പോൾ, അല്ലേ? നമുക്കറിയാം ഞാനല്ല. പിന്നെ എങ്ങനെയാ എന്റെ കണ്ണ്,
എന്റെ മൂക്ക്, എന്റെ ചെവി, എന്റെ കാല്, എന്റെ കയ്യ്, എന്റെ ഹാർട്ട്, എന്റെ കിഡ്നി, എന്റെ കുടല്, എന്തെല്ലാം ഉണ്ട് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും നമ്മൾ എന്താണ് പറയുന്നത്? എന്റെ 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 എന്റെ. അപ്പൊ ഈ എന്റെ എന്ന് പറയുന്നതൊക്കെ എന്നിൽ നിന്ന് വേറെയല്ലേ, ഞാനല്ലല്ലോ. എന്റെ എന്നുള്ള പ്രയോഗം വന്നാൽ അവിടെ ഞാൻ വേറെ, എന്റേത് എന്ന് പറയപ്പെടുന്നതെല്ലാം വേറെ, രണ്ടും ഒന്നല്ല. അങ്ങനെ പറയുമ്പോ പുറത്തുള്ളതിന് എന്റേതെന്നാണല്ലോ പറയുന്നത്. എന്റെ പുസ്തകം, എന്റെ പേന, അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമുക്ക് തെറ്റുപറ്റുന്നത് എവിടെയാ? ശരീരത്തിലോട്ട് വരുമ്പോ നമുക്ക് തെറ്റുപറ്റും. അതാണ് കുടുങ്ങിക്കിടക്കുന്നത് മുഴുവൻ ഇവിടെയാ. ശരീരത്തിലോട്ട് വരുമ്പോ അവിടെ പെട്ട് കിടക്കുക, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ കണ്ണ്, എന്റെ മൂക്ക് എന്നൊക്കെ പറയും, എന്റെ പുസ്തകം എന്നും പറയും. എന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ പുസ്തകം ഞാനല്ല, എന്റെ കണ്ണ് എന്ന് പറയുമ്പോൾ അറിയാതെ പെട്ടുപോയി ഞാൻ ശരീരമാണ്, ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിച്ചു പോകുന്നു. ആത്മാവാണെന്ന് ഓർക്കണില്ല. പിന്നെ അതിനാണ് ഈ ചെറിയ യുക്തിയിൽ കൂടെ പറഞ്ഞത്. ഇനി നല്ല ഗംഭീരമായിട്ടുള്ള വേദാന്തത്തിൽ കൂടിയുള്ള, ശ്രുതിയിൽ കൂടിയുള്ള പ്രമാണമായിട്ട് എടുത്തുകൊണ്ടുള്ള വിശദീകരണങ്ങൾ വരും. അതിനു മുമ്പ് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാണ് യുക്തി കൂടെ. വളരെ രസമായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട് രണ്ടു മൂന്ന് യുക്തി പറഞ്ഞിരിക്കുന്നത്. എന്റേത് എന്ന് പറയുന്നത് ഒന്നും ഞാനല്ല. ഇനി ഇതെന്റേത് എന്ന് പറയുമ്പോ അങ്ങനെ നിർദ്ദേശിക്കപ്പെടുന്നതിനാൽ, അങ്ങനെ പറയപ്പെടുന്നതിനാൽ, പോയിന്റിങ് ഔട്ട് എന്ന് പറയാം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ പറയുന്നതിനാൽ ഇവിടെ അയം ദേഹ, ഈ ദേഹം, മമ എന്റേത് എന്ന് പറയുമ്പോൾ, ഈ ദേഹം എന്റേത് എന്ന് പറയുമ്പോൾ, ഓരോ അംഗങ്ങളായിട്ട് കൂട്ടം തന്നെ ഇവിടെ വന്നാലും ശരിയാ, ഈ ദേഹം എന്റേത് എന്ന് പറയുമ്പോൾ എന്റേതൊന്നും ഞാനല്ലല്ലോ. ഈ ദേഹം എന്റേത് എന്ന് പറയുമ്പോൾ ഞാനല്ല, ഉറപ്പല്ലേ? ഈ പുസ്തകം എന്റേതാണ്, ഞാനല്ലല്ലോ പുസ്തകം. ദേഹം എന്റേതാണ്, അപ്പൊ ഞാൻ വേറെയാണ്, ദേഹം വേറെയാണ്. അപ്പോ ദേഹം എന്റേതെന്ന് പറയുമ്പോൾ എന്റേതായതിനാൽ ഞാൻ വേറെയാണ്, ദേഹം അല്ല. ഞാൻ വേറെയാണ്, ഞാൻ ദേഹമല്ല. ഈ ദേഹം കഥം പുമാൻ സ്യാത്, അങ്ങനെയുള്ള ഈ ദേഹം കഥം പുമാൻ സ്യാത്, എങ്ങനെ ഈ ദേഹം ആത്മാവാകും? ഒരിക്കലും ആകാൻ പറ്റില്ല. ഇങ്ങനെ രണ്ട് ശ്ലോകങ്ങൾ 31, 32 നമ്മളെ വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നു, യുക്തിയിൽ കൂടി. ശങ്കരാചാര്യസ്വാമികൾ യുക്തിയിൽ കൂടെ പോലും, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ മഹാമനസ്കതയെ എത്ര നമസ്കരിച്ചാലും മതിയാകില്ല. കാരണം ആത്മതത്വം എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള ആ അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം, അതിനാണല്ലോ ഈ പുസ്തകം എഴുതിയതൊക്കെ. അവിടെ സാധാരണക്കാരന്റെ ലോജിക്കിൽ കൂടി വന്ന് നമുക്ക് പറഞ്ഞു തരിക. ബാബ പറയുന്ന പോലെ തന്നെ ഭഗവാൻ ഒറ്റ കാര്യം ഉള്ളായിരുന്നു. നമ്മളിപ്പോ വായിക്കുന്ന പലതും കാണും, പലതും കേൾക്കും, പല അത്ഭുതങ്ങൾ കാണും, എല്ലാം അതൊന്നുമല്ല ഭഗവാന്റെ ലക്ഷ്യം. എല്ലാവരെയും ആത്മസ്വരൂപലാര എന്നാ ഭഗവാൻ വിളിച്ചുകൊണ്ടിരുന്നത്, പ്രേമസ്വരൂപലാര എന്ന് വിളിക്കുന്നു. ആത്മാ എന്ന് പറഞ്ഞാൽ പ്രേമം തന്നെയാണ്. അപ്പൊ ഈ ആത്മാവാണ് നിങ്ങൾ എന്ന് തിരിച്ചറിയാനാണ് ഭഗവാന്റെ അവതാരം. പരിവർത്തനപ്പെട്ട്, സ്വയം പരിവർത്തനപ്പെട്ട്, ഏത് പ്രസംഗത്തിൽ നോക്കിയാലും കാണാം ആത്മാ ആണ് നമ്മൾ എന്ന് പറയുന്നത്. സ്വയം ഭഗവാൻ അതറിയാം, നിങ്ങൾക്കതറിയില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് എപ്പോഴും. അപ്പോ ഭഗവാന്റെ എല്ലാ വാണികളും ഇതിനു വേണ്ടി തന്നെയാണ്. ആത്മതത്വം മനസ്സിലാക്കാനാണ് ഈ അവതാരം, അല്ലാതെ വേറെ ഒന്നിനുമല്ല. നമ്മൾ കുറെ സഹായം വിചാരിക്കും, ആശുപത്രി കൊണ്ടുവന്നോ, വെള്ളം കൊടുത്തെന്നോ, ഇങ്ങനെ പലതും ചിന്തിക്കും. അതൊക്കെ ഒരു സ്റ്റേജ്. ഇപ്പൊ യുക്തിയുടെ കാര്യം പറഞ്ഞ പോലെ, ആർക്ക് വേണ്ടിയാണോ യുക്തി പറയുന്നത് അതുപോലെ അത് ആ ഒരു സ്റ്റേജിലുള്ളവർക്കാണ് അതൊക്കെ. അവരതിൽ കൂടി, സേവനത്തിൽ കൂടി, ഈ വക കാര്യങ്ങളിൽ കൂടി അവരുടെ മനസ്സിനെ പരിശുദ്ധമാക്കി, മനഃശുദ്ധിക്ക് വേണ്ടിയാണ് അതെല്ലാം. മനഃശുദ്ധി വന്ന്, ഏകാഗ്രത വന്ന്, മനവിശാലതയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഭഗവാൻ അൾട്ടിമേറ്റ് ആയിട്ട് ഭഗവാൻ ഇവിടെ വന്നത്, ഞാൻ വന്നത് നിങ്ങൾ ആരെന്ന് മനസ്സിലാക്കി തരുവാനാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. രമണ മഹർഷി പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ വന്നത് നമ്മൾ ആരെന്ന് മനസ്സിലാക്കി തരുവാനാണ്, ആത്മതത്വം നമ്മളിൽ ഉറപ്പിക്കാനാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോ അതില്
നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ, മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടട്ടെ. ശങ്കരാചാര്യ സ്വാമികൾ ഇത്രയും താഴെ വന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതൽ എങ്ങനെ പറഞ്ഞു തരാൻ പറ്റും? ഇനിയും ഒരു യുക്തി കൂടെ ഉണ്ട് അടുത്തതിൽ. അതിനുശേഷം നമുക്ക് നേരെ പിന്നീട് വളരെ ഗഹനമായിട്ടുള്ള ശ്രുതിയിൽ കൂടിയായിരിക്കും നമ്മൾ പോകുന്നത്. അതുവരെ എല്ലാം നന്നായിട്ട് ഉറയ്ക്കാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. ആചാര്യസ്വാമികളുടെ ശക്തി തന്നെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സായിറാം. അടുത്ത ദിവസം വീണ്ടും കാണാം. സായിറാം സർ. സായിറാം. സായിറാം സർ. സായിറാം. സായിറാം.